Often it is said that death is an eye opener. Here we are discussing such a topic, The Paper Menagerie, written by Ken Liu. It is an exquisite short story written by the famous Chinese American writer Ken Liu. പ്രശസ്ത ചൈനീസ് അമേരിക്കൻ എഴുത്തുകാരനായ കെൻ ലിയു എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ പേപ്പർ മെനേജറി. ഈ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. This story describes the relationship between a biracial Chinese American boy named Jack and his Chinese immigrant mother. ഈ കഥയില് ഒരു ചൈനീസ് അമേരിക്കൻ ബോയ്, അതായത് അവന്റെ അച്ഛൻ അമേരിക്കക്കാരനാണ്, അമ്മ ചൈനക്കാരിയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി, അവന്റെ പേര് ജാക്ക് എന്നാണ്. അവനും അവന്റെ ചൈനക്കാരിയായ അമ്മയും തമ്മിലുള്ള ബന്ധം, അതിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. The young boy is crying when the story begins. ഈ കഥ തുടങ്ങുന്ന സമയത്ത് ചെറിയ കുട്ടിയാണ്, ചെറിയ ജാക്ക് കരയുകയാണ്. And in order to comfort him, his mother makes an origami tiger and breathes life into it. ഇങ്ങനെ കരയുന്ന കുട്ടിക്ക് നമ്മള് അമ്മമാര് പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത്. ഇപ്പൊ കളിപ്പാട്ടമുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് കളിപ്പാട്ടങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞിനെ കുറച്ചു നേരം കളിപ്പിക്കാനൊക്കെ പേപ്പർ ബോട്ട് അല്ലെങ്കിൽ പേപ്പർ വെച്ച് ഓരോന്ന് ഉണ്ടാക്കുന്നത് പോലെ ജാക്കിന്റെ അമ്മ, ചൈനക്കാരത്തിയായ ജാക്കിന്റെ അമ്മ ഒറിഗാമി ടൈഗറിനെ ഉണ്ടാക്കി, പേപ്പർ കൊണ്ട് ഒരു ചെറിയ ടൈഗറിനെ ഉണ്ടാക്കി. അതിന്റെ ബ്രീസ് ലൈഫ് ഇൻ ടു ഇറ്റ്, അതിന് ഊതി, അത് ആ പേപ്പർ ടൈഗറിലേക്ക് ഊതുന്ന സമയത്ത് അതിന് ജീവൻ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു പേപ്പർ ടൈഗർ ഉണ്ടാക്കി. ആൻഡ് ഷീ മേക്സ് മോർ മാജിക്കൽ പേപ്പർ ആനിമൽസ് ഫോർ ഹിം. പിന്നീട് അവന് വേണ്ടി ഒരുപാട് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ അവര് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ ഇതിന്റെ ടൈറ്റിൽ ദ പേപ്പർ മെനേജറി എന്നാണ്. മെനേജറി മീൻസ് എ കളക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ്, ലൈവ് വൈൽഡ് അനിമൽസ് എന്നാണ് മെനേജറി എന്ന വാക്കിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി ഓൾഡ് ഫോം ഓഫ് അവർ സൂ. ഇപ്പോഴത്തെ മോഡേൺ സൂവിന്റെ, നമ്മുടെ സൂവിൽ പോയി കഴിഞ്ഞാൽ മൃഗശാല, ആധുനിക മൃഗശാലയുടെ ഒരു പഴയ രൂപം എന്ന് പറയാം. ഈ വൈൽഡ് ആനിമൽസിന്റെ, ജീവനുള്ള വൈൽഡ് ആനിമൽസിന്റെ കളക്ഷനെയാണ് മെനേജറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജാക്കിന്റെ അമ്മ, ചൈനക്കാരത്തിയായ ജാക്കിന്റെ അമ്മ ഒരുപാട് വൈൽഡ് ആനിമൽസിനെ ജാക്കിന് വേണ്ടി ഉണ്ടാക്കി. ആൻഡ് ജാക്സ് ഫാദർ റിവീൽസ് ഹൗ ഹി മെറ്റ് ജാക്സ് മദർ ഇൻ ഹോങ്കോങ് through an introduction service that matched American men with Asian women. Jack's father reveals how he met his wife. ജാക്കിന്റെ അച്ഛൻ താൻ എങ്ങനെയാണ് തന്റെ ഭാര്യയെ കണ്ടുമുട്ടിയത് എന്ന് ജാക്കിനോട് വെളിപ്പെടുത്തുന്നു. And he was an American man who was looking for a marriage with an Asian girl who can speak fluently in English. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു ഏഷ്യൻ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അവർക്ക് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയണം, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ബട്ട് മോർ ഓൺലി ന്യൂ ദ വേർഡ്സ് ഗുഡ് ബൈ ആൻഡ് ഹലോ. പക്ഷേ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു, അവരെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വിവാഹം കഴിയുമ്പോഴാണ് അറിയുന്നത്, അവർക്ക് ആകെ അറിയുന്നത് ഗുഡ് ബൈ ആൻഡ് ഹലോ, ഈ രണ്ട് വാക്കുകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ആസ് ഷീ വാസ് എ ചൈനീസ് ഡിസെന്റ്, ഷീ കുഡന്റ് ഫിറ്റ് ഇൻ ടു ദ പ്രെജുഡീസ്ഡ് ആൻഡ് ഇൻടോളറന്റ് അമേരിക്കൻ സൊസൈറ്റി. ആ ഒരു ചൈനീസ് ബോൺ ആയിട്ടുള്ള ആ സ്ത്രീക്ക് ഈ അമേരിക്കക്കാരുടെ ആ ഒരു ജീവിത രീതിയോടും ശൈലിയോടും ഒക്കെ പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ആൻഡ് ജാക്ക് വാസ് കോൺസ്റ്റന്റ്ലി ബുള്ളീഡ് ബൈ other boys because of his Chinese characteristics and features. ഈ സമയത്ത് ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതായത് ജാക്കിന്റെ അച്ഛനും ഈ അമ്മയും, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കാരണം ഇവർക്ക് ചൈനീസ് മാത്രമേ അറിയുള്ളൂ. ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ഹലോ ആൻഡ് ഗുഡ് ബൈ എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ചൈനീസ് അറിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നീട് ജാക്കിന്റെ ജനനത്തിന് ശേഷം മറ്റു കുട്ടികൾ അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. കാരണം ഇവന്റെ അമ്മയുടെ സ്വഭാവ സവിശേഷതകളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് അമ്മയുടെ ഛായയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ അവനെ കളിയാക്കാൻ തുടങ്ങുന്ന സമയത്ത് ജാക്ക് began to hate his mother and Chinese descent.
അവന്റെ ആ ചൈന പാരമ്പര്യവും അവന്റെ അമ്മയും ഒക്കെ അവൻ വെറുക്കാൻ തുടങ്ങി. ആൻഡ് ജാക്സ് മോം ന്യൂ വെരി വെൽ ഹൗ ടു മേക്ക് പേപ്പർ മാനേജറി. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഈ കഥ തുടങ്ങുന്ന സമയത്ത് ജാക്ക് കരയുന്നു. ആ കരയുന്ന ജാക്കിന് ഒരു ടൈഗറിനെ ഉണ്ടാക്കി കൊടുക്കുന്നു, പേപ്പർ ടൈഗറിനെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിന്റെ പേര് ലാഹു എന്നാണ്. ആൻഡ് ദിസ് ലാഹു ഓഫൺ യൂസ്ഡ് ടു പ്ലേ വിത്ത് ജാക്ക്. ലാഹു അതേപോലെ തന്നെ നമ്മുടെ ജാക്കും എപ്പോഴും ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും എപ്പോഴും ഫ്രണ്ട്സ് ആണ്. അങ്ങനെ കളിക്കുന്ന ഈ ലാഹുവും ജാക്കുമാണ് നല്ല ഗുഡ് ഫ്രണ്ട്സ്. ഈ സമയത്ത് there come a boy named മാർക്ക്. ഒരു നൈബറാണ് മാർക്ക് എന്ന ഒരു കുട്ടി അവിടെ വരുന്നു. ആൻഡ് ഹി began to ridicule ജാക്ക് ഫോർ ഹിസ് പേപ്പർ മാനേജറി ഓർ പേപ്പർ ടോയ്സ്. അവന്റെ ഈ പേപ്പർ ടോയ്സുമായിട്ട് കളിക്കുന്നത് കണ്ടിട്ട് ജാക്കിനെ മാർക്ക് കളിയാക്കുന്നു. ആൻഡ് ഹി claims that his Star World toys are good. അവൻ അവകാശപ്പെടുന്നത്, അതായത് മാർക്ക് അവകാശപ്പെടുന്നത് അവന്റെ സ്റ്റാർ വേൾഡ് ടോയ്സ് ആണ് ഏറ്റവും നല്ലത്. ഈ പേപ്പർ ടോയ്സിനേക്കാൾ ഏറ്റവും നല്ലത് അവന്റെ സ്റ്റാർ വേൾഡ് ടോയ്സ് ആണെന്ന് പറയുന്നു. ആൻഡ് ഹി കോൾസ് ദിസ് ലാഹു ആസ് എ ത്രാഷ്. അങ്ങനെ ഈ ലാഹു എന്ന ഈ പേപ്പർ ടൈഗറിനെ ത്രാഷ് എന്ന് വിളിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ലാഹു ജംപ്സ് അറ്റ് ഹിം. ഈ സമയത്ത് തന്നെ ത്രാഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കിന്റെ അടുത്തേക്ക് ലാഹു ചാടുന്നു. ലാഹു പേപ്പർ ടൈഗറാണ്. ആ ടൈഗർ ചാടി വരുന്ന കാണുന്ന ഉടനെ മാർക്ക് പേടിച്ച് ബാക്കോട്ട് പോകുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ഹിസ് ടോയ് വാസ് ബ്രോക്കൺ. ഈ സമയത്ത് അവന്റെ കളിപ്പാട്ടം, അവന്റെ സ്റ്റാർ വേൾഡിലെ കളിപ്പാട്ടം പൊട്ടിപ്പോകുന്നു. ആൻഡ് ഇറ്റ് മേക്സ് ഹിം ആംഗ്രി. ഇത് അവനെ വളരെയധികം കോപാകുലനാക്കുന്നു. ആൻഡ് ഹി ridicules Jack of his Chinese characteristics and his face. അവന്റെ മുഖം ചൈനക്കാരന്റെ മുഖം പോലെയാണ്, അതേപോലെ തന്നെ അവൻ ചൈന പാരമ്പര്യം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് മാർക്ക് ഈ സമയത്ത് അവനെ കളിയാക്കുന്നു. ആൻഡ് ഹി ഈസ് ഹിസ് ക്ലാസ്മേറ്റ് ഓൾസോ. അവന്റെ സ്കൂളിൽ തന്നെയാണ്, ക്ലാസ്മേറ്റ് ആണ്. ആൻഡ് ഹി explains all these incidents to his friends and the friends also began to ridicule Jack. ഈ സംഭവങ്ങളൊക്കെ അവൻ നൈബറാണ് നമ്മൾ പറഞ്ഞു, വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പോയി സ്കൂളിൽ പറഞ്ഞ്, അങ്ങനെ സ്കൂളിൽ മറ്റു കുട്ടികളോടൊക്കെ പറഞ്ഞ് അവരും ജാക്കിനെ കളിയാക്കാൻ തുടങ്ങി. കാഷ്വലി ജാക്ക് began to hate his mother and Chinese descent. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തന്റെ മാർക്ക് കളിയാക്കി, അതേപോലെ തന്നെ ക്ലാസ്സിലെ മറ്റു കുട്ടികളും തന്നെ കളിയാക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ജാക്ക് തന്റെ അമ്മയെയും ചൈനീസ് പാരമ്പര്യത്തെയും വെറുക്കാൻ തുടങ്ങി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഹേറ്റഡ് ബിറ്റ്വീൻ ജാക്ക് ആൻഡ് ഹിസ് മദർ? അവർ തമ്മിലുള്ള ഒരു വെറുപ്പിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമിൽ ചോദിക്കാം. ജാക്ക് പ്രിഫേർഡ് അമേരിക്കൻ ഫുഡ് ടു ചൈനീസ് ഫുഡ്. തൻ്റെ അമ്മയെയും ചൈനീസ് പാരമ്പര്യത്തെയും വെറുക്കുന്ന ജാക്ക് അമേരിക്കൻ ഫുഡ് പ്രിഫർ ചെയ്യുന്നു ചൈനീസ് ഫുഡിനേക്കാൾ. കാരണം ചൈനയോട് വെറുപ്പാണ്, അതുകൊണ്ട് ചൈന ഫുഡിനേക്കാൾ നല്ലത് അമേരിക്കൻ ഫുഡാണ്, അത് വേണമെന്ന് വാശി പിടിക്കുന്നു. ആൻഡ് ഹി സ്ട്രിക്റ്റ്ലി ടോൾഡ് ഹിസ് മോം ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിം. ആൻഡ് ഹി ടോൾഡ് ഹിസ് മോം, അമ്മയോട് പറയുന്നു, ചൈനീസ് ആയിട്ടുള്ള അമ്മയോട് പറയുന്നു ടു ടോക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ഇവൻച്വലി മോം സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു ജാക്ക് ആസ് ഷി വാസ് പുവർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ടോക്ക്ഡ് ഇൻ സച്ച് എ വേ വിച്ച് എംബാരസ്ഡ് ജാക്ക്. അങ്ങനെ തന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് കർശനമായി പറയുന്ന ജാക്കിനോടുള്ള സംസാരം അവർ നിർത്തുന്നു. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് തന്നെ അത് ജാക്കിന് കൺഫ്യൂഷനായി മാറുന്നു. കാരണം അത്രത്തോളം പുവറാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്. ആൻഡ് ദസ് ദ മാനേജറീസ് ദാറ്റ് മോം മെയ്ഡ് ഫോർ ജാക്ക് വാസ് ടോൾഡ് ബൈ ഹിം എവറി ടൈം വെൻ ഹി സോ ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചൈന മൊത്തത്തിൽ തന്നെ ചൈന പാരമ്പര്യത്തെ വെറുക്കുന്ന ഈ ഒരു ജാക്ക് അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത എല്ലാ ടോയ്സും, അതായത് പേപ്പർ ടോയ്സ്, പേപ്പർ മാനേജറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതിനെയൊക്കെ കാണുന്ന സമയത്ത് കീറാൻ തുടങ്ങുന്നു. കാരണം അത്രത്തോളം വെറുപ്പ് ഈ മാർക്കാണ് അതിന് കാരണം. ആ ഒരു വെറുപ്പ് അവന്റെ മനസ്സിൽ കിടക്കുന്നു. ആൻഡ് മോം വാസ് എഫക്റ്റഡ് വിത്ത് ക്യാൻസർ ആൻഡ് വാസ് ഹോസ്പിറ്റലൈസ്ഡ്. ഈ സമയത്ത് അമ്മ ക്യാൻസറായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. She was not even 40 but was looking very old.
40 വയസ്സ് പോലും തോന്നിക്കാത്ത ആ സ്ത്രീ ഒരുപാട് പ്രായമുള്ളതുപോലെ തോന്നി. കാരണം അത്രത്തോളം ഒരു ഏകാന്തത ആ വീട്ടിലുണ്ടായി. കാരണം തന്റെ പ്രിയപ്പെട്ട മകനാണ്, അവൻ അവരോട് സംസാരിക്കാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആ ഒരു ഒറ്റപ്പെടൽ അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർത്തി. അങ്ങനെ പ്രായം വളരെ കുറവാണെങ്കിലും ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീയെ പോലെ തോന്നി. ആൻഡ് ഈവൻ വെൻ ഷീ വാസ് ലൈങ് ഓൺ ഹെർ ഡെത്ത് ബെഡ്, ജാക്ക് വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ ക്യാമ്പസ് ഇന്റർവ്യൂ, ഡിഡ് നോട്ട് കെയർ ഫോർ ഹർ. ഈ സമയത്ത് അവര് മരണക്കിടക്കയിലാണ്. അവൻ ക്യാമ്പസ് ഇന്റർവ്യൂവിന് വേണ്ടി പോവാൻ തയ്യാറാകുന്നു. ആൻഡ് വെൻ ഹി വാസ് ഓൺ ദ പ്ലെയിൻ ഷീ ഡൈഡ്. ഇവൻ അങ്ങനെ ക്യാമ്പസ് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന സമയത്ത് അവർ മരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, ആ ഒരു സംഭവത്തിന് ശേഷം 2 years later, he first remembered his mom when he cleared his attic. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷം അവൻ ആ വീടിന്റെ ആറ്റിക് മീൻസ് അട്ടം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഏരിയ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ കുറെ ടോയ്സ് കാണാനിടയായിരുന്നു, ഈ പേപ്പർ ടോയ്സ്. ആൻഡ് ഹി ഫൗണ്ട് ദ മെനേജറീസ് ദാറ്റ് വാസ് മെയ്ഡ് ബൈ ഹിസ് മോം ഫോർ ഹിം. അവന്റെ അമ്മ അവന് വേണ്ടി ഉണ്ടാക്കിയ പേപ്പർ മെനേജറി, ആ പേപ്പർ ടോയ്സ് അവർ ആ സ്ഥലത്ത് കാണുന്നു. ആൻഡ് വെൻ ഹി വാസ് സിറ്റിംഗ് ഓൺ ദി കൗച്ച് ആൻഡ് വാച്ചിങ് TV, he saw a shark in the documentary which reminded him of his mom. ഈ സമയത്ത് അവനെ ആ വൃത്തിയാക്കുന്ന സമയത്ത് അവന്റെ അമ്മയെ ഓർത്തു. അതിനുശേഷം പിന്നീട് അവൻ TV കാണുന്ന സമയത്ത് പെട്ടെന്ന് ആ ഡോക്യുമെന്ററിയിൽ ഒരു ഷാർക്കിന്റെ ചിത്രം കാണുന്നു. ആ ഷാർക്കിന്റെ ചിത്രം കാണുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് അവന്റെ അമ്മ അവന് പണ്ട് പേപ്പർ ഷാർക്കിനെ ഉണ്ടാക്കി കൊടുത്തത് ആ ഒരു ചിത്രം അവന്റെ മനസ്സിലേക്ക് വരുന്നു. And he took the menagerie from the attic and the paper tiger logo unfolded in itself. ഈ സമയത്ത് അവൻ ഈ ഷാർക്കിന്റെ ചിത്രം TV-യിൽ കാണുന്ന സമയത്താണ് അവന്റെ പേപ്പർ മാനേജറിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ ആ ആറ്റിക്കിൽ കയറിയിട്ട് ആ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി ഇട്ടെടുത്തുനിന്ന് അവന്റെ പേപ്പർ മാനേജറി എടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് ലോഹുവിന്റെ ചിത്രം അവിടെ ഉണ്ട്. ലോഹു നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടുണ്ടാക്കിയ പേപ്പർ ടൈഗറാണ്. ആ പേപ്പർ ടൈഗർ it came to his lap and began to unfold itself. അവന്റെ മടിയിൽ വന്നിട്ട് ഒരു ലെറ്റർ അവന്റെ കയ്യിൽ കൊടുത്തു. സ്വയം അത് ചുരുളഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു പേപ്പർ വന്നു. And the day was Pikmin, the day for the departed soul to visit the souls on the earth. ആ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. പിക്മിൻ എന്നാണ് ദിവസത്തിന്റെ പ്രത്യേകത. ആ പേര്, ആ ദിവസം മരിച്ച ആത്മാക്കൾക്ക് ഭൂമിയിൽ വന്ന് അവർക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ ഉള്ള ഒരു അവസരം. നമ്മുടെ വാവ് പോലെ, കർത്തവാവിൻ്റെ അന്നല്ലേ, വാവിൻ്റെ അന്ന് നമ്മളുടെ ഭൂമിയിലേക്ക് ആത്മാക്കൾ വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ആ മരിച്ചുപോയ ആത്മാക്കൾ വരുന്ന ഒരു ദിവസമാണ് പിക്മിൻ. ആൻഡ് there was a letter in the unfolded paper written by her mom in Chinese. ആ ലാഹു കൊടുത്ത ആ ലെറ്ററിൽ ഒരു പേപ്പർ കൊടുത്തു നമ്മൾ പറഞ്ഞു. ആ ലെറ്ററിൽ എന്തൊക്കെയോ എഴുതിയിരുന്നു. അത് ചൈനീസിലാണ് എഴുതിയിരുന്നത്. ആൻഡ് ജാക്ക് വാസ് അൺഎബിൾ ടു റീഡ് ചൈനീസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അൺനോൺ യങ് ചൈനീസ് ടൂറിസ്റ്റ് ഹി റെഡ് ദ ലെറ്റർ. ചൈനീസ് വായിക്കാൻ അവൻ അറിയില്ല. അവൻ ചൈന പാരമ്പര്യത്തെ വെറുത്തത് കൊണ്ട് തന്നെ അമേരിക്കനാണ് അവന് ഇഷ്ടം. അങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് രീതിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ചൈന അറിയില്ല, ചൈനീസ് ലാംഗ്വേജ് അറിയില്ല. അങ്ങനെ ഒരു ടൂറിസ്റ്റിന്റെ സഹായത്തോടു കൂടി അവൻ ആ കത്ത് വായിക്കുന്നു. ആൻഡ് ദ ലെറ്റർ ഡിസ്ക്രൈബ്ഡ് ദ ലൈഫ് ഓഫ് ഹിസ് മദർ. ആ കത്തില് അവന്റെ അമ്മയുടെ ജീവിതമായിരുന്നു എഴുതിയിരുന്നത്. ആൻഡ് ഷി വാസ് ഇൻ എ ചൈനീസ് ഫാമിലി. ഒരു ചൈന കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവര്. ദ ലെറ്റർ ഡിസ്ക്രൈബ്ഡ് ദ ലൈഫ് ഓഫ് ഹിസ് മോം. ആ ലെറ്ററിൽ അവന്റെ അമ്മയുടെ ജീവിതമായിരുന്നു എഴുതിയിരുന്നത്. After she was born, there was a great famine in China. ഈ അമ്മ ജനിച്ചതിന് ശേഷം ചൈനയിൽ വളരെ കടുത്ത ക്ഷാമം ഉണ്ടായി. And she remembered her mom eating mud and saved some flour for her. അവളുടെ അമ്മ ചളി തിന്നിട്ട്, മണ്ണ് മാറി തിന്നിട്ട് അവൾക്ക് വേണ്ടി കുറച്ച് മാവ് മാറ്റി വെച്ചത് അവൾ ഓർത്തു. And her mother's brother fled to Hong Kong to save himself from the famine. ഈ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടിയിട്ട് ഇവന്റെ
അമ്മയുടെ സഹോദരൻ ഹോങ്കോങ്ങിലേക്ക് പോകുന്നു. But the Chinese people misunderstood that the family of her mom were spies and constantly abused them. പക്ഷേ ആ ചൈനക്കാരായിട്ടുള്ള ആളുകൾ അവളുടെ നൈബേഴ്സ് ഈ അമ്മയുടെ സഹോദരൻ ഹോങ്കോങ്ങിലേക്ക് പോയത് തെറ്റിദ്ധരിക്കുന്നു. അതായത് ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ നാട് കടന്നതെന്നും അങ്ങനെ ചാരന്മാരാണ് ഇവര്, കുടുംബത്തോടെ ചാരപ്പണി ചെയ്യുന്നവരാണ്, അതായത് ഇവിടുത്തെ കാര്യങ്ങൾ ആ രാജ്യത്ത് ചോർത്തി കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. ആൻഡ് ഹിസ് മോം ആഫ്റ്റർ ഹിയറിംഗ് ദീസ് അബ്യൂസസ് kill herself by jumping into the well and her father was kidnapped by the youth. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ സഹിക്കാൻ കഴിയാതെ അവളുടെ അമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ തന്നെ അവളുടെ അച്ഛനെ കുറെ ആളുകൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ആൻഡ് ലേറ്റർ ദേ കിൽഡ് ഹിം, അദ്ദേഹത്തെ കൊന്നുകളയുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഷീ ബിക്കേം ആൻ ഓർഫൻ, ഒരു അനാഥയായി അവൾ മാറുന്നു. ആൻഡ് his mom was about 10 years old when she was suffering all these pathetic conditions. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന സമയത്ത് വെറും 10 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ്. She was sent to Hong Kong by a group of people when they saw her as stealing some bread. ഇവള് ബ്രെഡ് മോഷ്ടിക്കുന്നത് കണ്ടിട്ട് അവളെ അവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് നാട് കടത്തുന്നു, അവിടേക്ക് പറഞ്ഞു വിടുന്നു അവര്. ആൻഡ് ഷി വാസ് കിഡ്നാപ്ഡ് ബൈ സം ഹ്യൂമൻ ട്രേഡേഴ്സ് ആൻഡ് ദേ ട്രേഡ് ഹെർ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ എ ഫാമിലി. അങ്ങനെ ഇവള് ഹോങ്കോങ്ങിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഹോങ്കോങ്ങിലേക്ക് കടത്തിവിടുന്ന ഈ പെൺകുട്ടിയെ കുറച്ച് മനുഷ്യ കടത്തുകാര് കണ്ടെത്തുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ അകപ്പെട്ട ഈ പെൺകുട്ടിയെ ഒരു കുടുംബത്തെ നോക്കാൻ വേലയ്ക്ക് വേണ്ടിയിട്ട് അവർ വിൽക്കുന്നു. ആൻഡ് ഷീ ബിഗാൻ ടു സഫർ എ പതറ്റിക് കണ്ടീഷൻ ഇൻ ദാറ്റ് ഫാമിലി. ആ ഫാമിലിയിലെ വളരെ മോശമായ ഒരു ജീവിതം, വളരെ ദയനീയമായ ഒരു ജീവിതമാണ് അവൾക്കുണ്ടാകുന്നത്. ആൻഡ് ഷീ വാണ്ടഡ് ടു ലുക്ക് ആഫ്റ്റർ 2 children ഇൻ ദ ഫാമിലി. ആ കുടുംബത്തില് 2 കുട്ടികളെ അവൾക്ക് നോക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആൻഡ് ഇഫ് ദ ചിൽഡ്രൻ ക്രൈഡ് ഷീ വുഡ് ബി ബീറ്റൺ. ഇനി ഈ കുട്ടികൾ കരയുന്ന സൗണ്ട് കേട്ടാൽ അന്നേരം ഇവക്കാണ് അടി കിട്ടുക. അത്രത്തോളം കർക്കശമായിട്ടുള്ള ആളുകളുള്ള ഒരു വീട്ടിലേക്കാണ് അവൾക്ക് ജോലി കിട്ടുന്നത്. അവളെ ആ വീട്ടിലേക്കാണ് കടത്തുന്നത്. ആൻഡ് ഷീ വോണ്ട് അലൗഡ് ടു ലേൺ ഇംഗ്ലീഷ് ഇൻ ദാറ്റ് ഹൗസ്. ആ വീട്ടില് ഇംഗ്ലീഷ് പഠിക്കാൻ, ഇവള് ചൈനക്കാരിയാണ്, അവൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള അനുമതി അവര് നിഷേധിച്ചു. കാരണം ഈ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഷീ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് അവൾ സംസാരിക്കും. ആൻഡ് ഷീ ക്യാൻ റിവീൽ ഹർ സ്റ്റോറീസ്, അവളുടെ കഥകൾ മറ്റുള്ളവർക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഷീ ക്യാൻ റിവീൽ ദ സ്റ്റോറീസ് ഓഫ് ദിസ് ഫാമിലി ടു അതേഴ്സ്. ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, താൻ ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ സംഭവങ്ങളും മറ്റുള്ള ആളുകളോട് പറഞ്ഞ് അവിടുന്ന് ഒരു പക്ഷേ രക്ഷപ്പെടാം. അതുകൊണ്ട് ഷി വാസ് നോട്ട് അലൗഡ് ടു ലേൺ ഇംഗ്ലീഷ് ദെയർ. അവിടുന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള അനുമതി അവര് നിഷേധിച്ചു. ആൻഡ് ദസ് ഷീ സ്പെൻഡ് 6 years വിത്ത് ദാറ്റ് ഫാമിലി. അങ്ങനെ 6 വർഷം, 10 വയസ്സ് അവിടെ എത്തിയതാണ്. 10 വയസ്സ് മുതൽ 6 വർഷം, 16 വയസ്സോളം നരക തുല്യമായ ജീവിതം അവിടെ നയിക്കേണ്ടി വന്നു. ആൻ ഓൾഡ് ഫിഷർ വുമൺ ഹു ഷോ സിമ്പതി ടുവേഴ്സ് ഹർ ടോൾഡ് ഹർ ദാറ്റ് ഷീ വിൽ ബി sexually abused by her owner and so it should be a hellish life. പിന്നീട് 16 വയസ്സാണ്. ആ ഒരു 16 വയസ്സിൽ അവളോട് അനുകമ്പ തോന്നുന്ന ഒരു മത്സ്യ വിൽക്കുന്ന സ്ത്രീ അവളോട് പറഞ്ഞു കൊടുക്കുന്നു, നീ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം കട്ടപ്പുകയായിരിക്കും. കാരണം അവിടുത്തെ ഹൗസ് ഓണർ നിന്നോട് സെക്ഷലായ രീതിയിലേക്ക് നിന്നെ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം നരകതുല്യമായി മാറുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആൻഡ് ദ ഓൾഡ് ലേഡി റെസ്ക്യൂഡ് ദ ഗേൾ ആസ് ഷീ ബിക്കം അവെയർ ഓഫ് എ ലേഡി ഇൻ എ മാട്രിമോണിയൽ കമ്പനി. അങ്ങനെ ഒരു മാട്രിമോണിയൽ കമ്പനിയിൽ അവർക്ക് അറിയാവുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നു. ആൻഡ് ദസ്
An American man was looking for an Asian girl who can speak fluently in English, and his mother was married off to him. അങ്ങനെയാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഏഷ്യൻ പെൺകുട്ടിയെ ആവശ്യമുണ്ട് എന്ന മാട്രിമോണിയൽ കോളത്തിൽ കാണുന്നത്. ഒരു അമേരിക്കക്കാരനാണ് ഇത് കാണുന്നത്. ആ അമേരിക്കക്കാരൻ ജാക്കിന്റെ അച്ഛനാണ്. അദ്ദേഹം ജാക്കിന്റെ അമ്മയ്ക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന ഒരു വിചാരത്തിലാണ്, എന്ന ഒരു ധാരണയിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഷി ഓൺലി ന്യൂ ഗുഡ് ബൈ ആൻഡ് ഹലോ, ഈ 2 വാക്കുകൾ മാത്രമേ അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് എത്തുന്നു. ആൻഡ് ദസ് ഹർ ലൈഫ് വാസ് സോ മിസറബിൾ ഇൻ ദ ഏർലി സ്റ്റേജ്. ആദ്യ കാലഘട്ടത്തിൽ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ലേറ്റർ. പിന്നീട് ഒരു ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജാക്ക് ഇറ്റ് സീംസ് ടു ബി ഹാപ്പി. ജാക്കിന്റെ ജന്മത്തോടു കൂടി ആ ഒരു ജീവിതം വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് പിന്നീട് മാർക്കിന്റെ വരവും, പിന്നീട് ആ മാർക്ക് ഇവനെ പരിഹസിക്കുന്നതും, കുട്ടികളെ പരിഹസിക്കുന്നതും, അവന്റെ ചൈനീസ് പാരമ്പര്യവും അവന്റെ അമ്മയും ഒക്കെ വെറുക്കുന്ന ഒരു അവസ്ഥയൊക്കെ പിന്നീട് വന്നു ചേരുന്നു. ദസ് ഷീ ടോൾഡ് ഓൾ ദീസ് സ്റ്റോറീസ് ഇൻ ദ ലെറ്റർ. ഈ ലെറ്ററിൽ ഈ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിസ് മദർ ടോൾഡ് ഹിം ദാറ്റ് ഷീ ഓഫൺ വിഷ് ടു ടോക്ക് ടു ഹിം. പലപ്പോഴും അവന്റെ അടുത്തിരിക്കാനും അവനോട് സംസാരിക്കാനും ഒക്കെ അവന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു എന്നും ആ കത്തിൽ പറയുന്നു. ആൻഡ് ജാക്ക് വാണ്ട്സ് ടു റിമെമ്പർ ഹിസ് മോം ഹു ക്യാൻ റിമെമ്പർ ഹെർ ഇൻ ദ ഡേ ഓഫ് പിക്നിക്. ഈ സമയത്ത് അതിനു മുൻപ് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇഫ് യു വോണ്ട് ടു ടോക്ക് ടു മീ യു ക്യാൻ റിമെമ്പർ മീ ഓൺ ദ ഡേ ഓഫ് പിക്നിക്. നേരത്തെ നമ്മൾ പറഞ്ഞു പിക്നിക് എന്ന ദിവസം മരിച്ചുപോയ ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് വരാനും അവരുടെ പ്രിയപ്പെട്ടവരെ കാണാനുമുള്ള ഒരു അവസരമാണ്. അങ്ങനെയുള്ള ദിവസത്തിൽ എന്നെ ഓർക്കണം എന്ന് അമ്മ ആവശ്യപ്പെടുന്നു. നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഓർക്കണമെങ്കിൽ ആ ദിവസത്തിൽ ഓർക്കണം. ആൻഡ് ദർ ഈസ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ലെറ്റർ. ആ ലെറ്ററിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇഫ് ഹി വോണ്ട് ടു മേക്ക് എനി മെനേജറി ഓൺ ദാറ്റ് ഡേ ഇറ്റ് വിൽ കം ബാക്ക് ടു ലൈഫ്. ഇനി ഏതെങ്കിലും ഒരു മാനേജറി ഒരു ചിത്രം അവന്, പേപ്പർ ചിത്രം അവന് ഉണ്ടാക്കണം, ആ ദിവസം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ആ ചിത്രത്തിന് അത് ജീവൻ വെക്കും, ആ ദിവസം ജീവൻ ഉണ്ടാകും എന്നും അവര് ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ജാക്ക് വാസ് സോ അപ്സെറ്റ് ആഫ്റ്റർ ഹി റെഡ് ദ ലെറ്റർ. ഈ ഒരു കത്ത് വായിച്ചതിന് ശേഷം വളരെയധികം സ്തബ്ധനായി വേദനയോടുകൂടി ജാക്ക് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. കാരണം ആ ഒരു മരണത്തിലൂടെ മാത്രമാണ് അവന് അവന്റെ അമ്മയെ തിരിച്ചറിയാൻ സാധിച്ചത്. അത്രത്തോളം കഷ്ടപ്പെട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് ജീവിതത്തില്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്താണ് പല ബന്ധങ്ങളിലും അകലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയും ഈ ഒരു കഥ വളരെ ശ്രേഷ്ഠമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്: ടൈറ്റിൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റോറി, ദ പേപ്പർ മെനേജറി. നമ്മൾ പറഞ്ഞു മെനേജറി എന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ലൈവ് വൈൽഡ് അനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഓൾഡ് ഫോം ഓഫ് മോഡേൺ സൂ. മോഡേൺ സൂവിൻ്റെ ഒരു പഴയ രൂപമാണ്. ഒരു ജീവനുള്ള കുറേ വൈൽഡ് അനിമൽസിന്റെ കളക്ഷനെയാണ് മാനേജറി എന്ന് പറയുന്നത്. ഇവിടെ പേപ്പർ മാനേജറി എന്ന് അത് അർത്ഥമാക്കുന്നത് പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ചിത്രങ്ങൾ. പിന്നീട് ഇതിനകത്ത് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ലെഡ് ടു ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ജാക്ക് ആൻഡ് ഹിസ് മദർ. ജാക്കും അവൻ്റെ അമ്മയും തമ്മിൽ അകലാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി അക്യൂസേഷൻസ് ഓഫ് മാർക്ക്. മാർക്ക് പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്. പിന്നീട് അതേപോലെ തന്നെ വാട്ട് ആർ ദി അക്യൂസേഷൻസ് റിലേറ്റഡ് ടു ഹിസ് മദേഴ്സ് ഫാമിലി. അവൻ്റെ അമ്മയുടെ കുടുംബം, ചൈനീസ് കുടുംബത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്ന കുറേ ആരോപണങ്ങളുണ്ട്. അവര് ദേ ആർ റിഗാർഡഡ് ആസ് ദി സ്പൈകളാണ്. ബിക്കോസ് ഹിസ് മദേഴ്സ് ബ്രദർ വാസ് ഗോൺ ടു ഹോങ്കോങ്. ഹോങ്കോങ്ങിലേക്ക് പോയതുകൊണ്ട് ആ ഫാമിലി ചാരന്മാരാണ്, അല്ലെങ്കിൽ ചാരപ്രവൃത്തി ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ഓഫ് ജാക്സ് മദർ.
ജാക്കിന്റെ അമ്മയുടെ കഥ വിവരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. These are the main points. Hope you enjoyed it.